മയ്യഴിയിലെ പുത്തരത്ത് അമ്പലത്തിൻ്റെ മുറ്റത്ത് പുരോഗമന കലാസാഹിത്യ സംഘം ഒരു ശില്പകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അത് കാണാൻ പോയപ്പോഴാണ് MN വിജയൻ മാഷെ ഞാൻ ഉടലോടെ ആദ്യമായി കണ്ടത്. ക്യാമ്പ് നടക്കുന്നതിനിടയിൽ മാഷ് റോഡരികിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ള ആരോടോ സംസാരിക്കുകയായിരുന്നു. മാഷുടെ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടു. പിക്കാസോയെക്കുറിച്ച് കേസരി പറഞ്ഞ ഒരു കാര്യം, മുതലാളിത്തത്തിൻ്റെ കയ്യിൽ നിന്ന് ആയുധം വടി പിടിച്ചു വാങ്ങി മുതലാളിത്തത്തെ തന്നെ ആക്രമിക്കുകയാണ് പിക്കാസോ ചെയ്തത് എന്ന കേസരിയുടെ നിരീക്ഷണത്തിൻ്റെ മൂല്യം ആ കൂട്ടത്തോട് പറയുകയായിരുന്നു മാഷ്. വാസ്തവത്തിൽ മാഷ് അവരോട് പറയുകയായിരുന്നില്ല, മാഷ് പറയുന്നത് ആ കൂട്ടം കേൾക്കുകയായിരുന്നു. ഇത് നല്ല ഓർമ്മയുള്ള ഒരു കാര്യമാണ്. MN വിജയൻ മാഷെ കുറിച്ച് നിർഭാഗ്യവശാൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കാര്യമായി ആരും പറഞ്ഞിരുന്നില്ല. മാഷ് അസുഖത്തിൻ്റെ വല്ലാത്ത പിടിയിലായി ഏതാണ്ട് പൂർണ്ണമായും ഏകാന്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കാലമായിരിക്കണം അത്. 1981 ചിതയിലെ വെളിച്ചം പുറത്തു വരുന്നത്. അന്ന് ഞങ്ങൾ കോളേജിൽ BA ക്ലാസ്സിൽ ഉണ്ട്. പക്ഷെ ആ പുസ്തകത്തിൻ്റെ വരവ് ഞങ്ങളുടെ കോളേജിലെ അന്തരീക്ഷത്തെ സ്വാധീനിച്ചതായി തോന്നുന്നില്ല. പതുക്കെയായിരുന്നു ആ ചിതയിലെ വെളിച്ചം കത്തിപ്പടർന്നത്. അതുകൊണ്ട് വിജയൻ മാഷെ കുറിച്ച് ചില കേട്ടുകേൾവികളല്ലാതെ അദ്ദേഹത്തിൻ്റെ ധൈഷണികമായ ഔന്നത്യത്തെ പറ്റി കാര്യമായ ധാരണയൊന്നും ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നില്ല. കേസരിയെക്കുറിച്ച്, പിക്കാസോയെക്കുറിച്ച്, ആ ചിത്രത്തിലെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാഹി അമ്പലമുറ്റത്ത് വെച്ച് സംസാരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതകൾ മനസ്സിൽ അന്ന് തന്നെ ദൃഢപ്പെടുകയുണ്ടായി. ആ ഇമേജിന് കാലം ചെല്ലും തോറും കൂടുതൽ ജൈവത ഉണ്ടാവുന്നതായിട്ടും നമുക്ക് ആശ്രയിക്കാവുന്ന, കരുണക്കും ഉപദേശത്തിനും ഒക്കെ വേണ്ടി ആശ്രയിക്കാവുന്ന ഒരാളായിട്ട് MN വിജയൻ മാഷ് മാറുകയും ചെയ്തു. ധാരാളം യോഗങ്ങളിൽ മാഷ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രധാനമായും പയ്യന്നൂർ, തലശ്ശേരിയിലെ അധികം യോഗങ്ങളിൽ വെച്ച് മാഷെ സന്ധിച്ചിട്ടില്ല. പയ്യന്നൂരിൽ മാഷ് പലതവണ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ യോഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പോയി ആ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രസംഗങ്ങൾ കഴിഞ്ഞ ശേഷം ആ പ്രസംഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതും പതിവായിരുന്നു. മാഷോടല്ല, ഞങ്ങളെപ്പോലുള്ള അന്നത്തെ ചെറുപ്പക്കാർ തമ്മിൽ ആ പ്രസംഗങ്ങളുടെ വ്യത്യസ്തതയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു തവണ കരിവള്ളൂരിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വന്നു. 1991 സോവിയറ്റ് യൂണിയൻ നിലംപതിച്ചതിന് ശേഷമുള്ള സവിശേഷമായിട്ടുള്ള അന്താളിപ്പിൻ്റെയും പ്രതീക്ഷയില്ലായ്മയുടെയൊക്കെ ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് കരിവള്ളൂരിൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം റഷ്യൻ വിഷയത്തെക്കുറിച്ച് പ്രത്യക്ഷമായി ഒന്നും പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. ആ പ്രസംഗം ഞാൻ ഓർമ്മിക്കുന്നത് ഒരു പ്രത്യേക വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, തിരുവള്ളുവർ മുണ്ടു നെയ്തു, തിരുവള്ളുവർ കവിതയും നെയ്തു. ഇങ്ങനൊരു വാക്യം മാഷ് പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡറിൽ മാഷുടെ ആ പ്രസംഗം മുഴുവനായിട്ടും ഞാൻ റെക്കോർഡ് ചെയ്യുകയുണ്ടായി. പിന്നീട് വീട്ടിൽ എത്തിയ ശേഷം ആ പ്രസംഗം റെക്കോർഡറിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരത്ഭുതം ഞാൻ കേൾക്കുകയുണ്ടായി. തിരുവള്ളുവർ മുണ്ടു നെയ്ത കാര്യം വിജയമാഷ് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നെയ്ത്തു യന്ത്രത്തിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു.
കരിവള്ളൂരിലെ നെയ്ത്തുകാരുടെ തെരുവിലായിരുന്നു സെൻട്രൽ സ്കൂൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ സ്കൂൾ. അപ്പോൾ മാഷ് പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നെയ്ത്ത് തൊഴിലാളി തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് തന്റെ ജോലി നിർവഹിക്കുന്നുണ്ട്. ആ നെയ്ത്ത് യന്ത്രത്തിന്റെ പ്രാചീനമായിട്ടുള്ള ശബ്ദം മാഷുടെ വാക്യത്തിലേക്ക് കടന്നു വരികയും അത്യന്തം സൗന്ദര്യമുള്ള ഒരു സന്ദർഭമായി മാറുകയും ചെയ്തു. കാഞ്ഞങ്ങാടിനടുത്തുള്ള അട്ടേങ്ങാനം എന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു കവിതാ ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാഷെ പോയി ക്ഷണിച്ചു. മാഷ് വന്നു. മാഷയുടെ പ്രസംഗിക്കേണ്ട സമയമായി. അപ്പോൾ മാഷ്ക്ക് ബാഡ്ജ് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. അപ്പോൾ മാഷ്ക്ക് ബാഡ്ജ് കുത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷ് ചോദിക്കുന്നത്, എന്താണ് എൻ്റെ വിഷയം എന്ന്, എന്ത് വിഷയത്തെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തോന്നി കവിതയും ഭാഷയും എന്ന വിഷയം. കവിതയും ഭാഷയും എന്ന് മാത്രം പറഞ്ഞു. ആ വിഷയത്തെക്കുറിച്ച് മാഷ് തീർച്ചയായും വളരെ വ്യത്യസ്തമായിട്ട് സംസാരിച്ചു. NV കൃഷ്ണവാര്യരുടെ ഓഗസ്റ്റ് കാറ്റിലെ ഒരു ഇല്ല എന്ന പ്രയോഗത്തെ കുറിച്ചാണ് മാഷ് അന്ന് പറഞ്ഞത്. ഓഗസ്റ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ 1942 ഓഗസ്റ്റ് മാസത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് കാറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ കവിതയുടെ സന്ദർഭത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ ഓഗസ്റ്റിലെ കാറ്റ് ജൂലൈയിലെ കാറ്റ് പോലെയോ അല്ലെങ്കിൽ ജൂണിലെ കാറ്റ് പോലെയോ സെപ്റ്റംബറിലെ കാറ്റ് പോലെയോ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഒരു വലിയ കാറ്റാണെന്ന് പറഞ്ഞിട്ട് കവിതയിലെ വാക്കുകളുടെ ചരിത്രപരതയെ കുറിച്ച്, സവിശേഷമായ സൗന്ദര്യാനുഭവത്തെ കുറിച്ച് മാഷ് വിശദമായി സംസാരിച്ചു. ആ പറയുന്നതിനിടയിൽ മാഷ് പറഞ്ഞൊരു പ്രയോഗമാണ് കവിതയുടെ ലോകപദം എന്നുള്ളത്. കവിത വളരെ അലൗകികമായ, കാലാതീതമായ അനുഭൂതി അല്ല എന്നും കവിത സവിശേഷമായി തീരുന്നത് അതിന്റെ ലൗകികത കൊണ്ടാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ആണ് കവിതയുടെ ലോകപദം എന്ന പ്രയോഗം മാഷ് നടത്തിയത്. പിന്നീട് ദേശാഭിമാനി വാരികയ്ക്ക് വേണ്ടി ആ പ്രസംഗം ഞങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എൻ്റെ അടുത്ത സുഹൃത്തായ PK ശ്രീവത്സനാണ് ആ മുഷിഞ്ഞ പണിയെടുത്തത്. മാഷയുടെ പ്രസംഗം കേട്ടിട്ട് പിന്നെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്തു. അതിന് ടൈറ്റിൽ ഇട്ടത് കവിതയുടെ ലോകപദം എന്നായിരുന്നു. പിൽക്കാലത്ത് ഒരു പുസ്തകത്തിന്റെ പേരായി മാഷ് കവിതയുടെ ലോകപദം സ്വീകരിക്കുകയുണ്ടായി. അട്ടേങ്ങാനത്തെ വളരെ ഇടതൂർന്ന പച്ച പ്രകൃതിയെ കൂടി ഓർത്തുകൊണ്ട് മാഷുടെ ആ പ്രസംഗത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ദേശാഭിമാനി വാരികയിൽ ഞാൻ ചെറുകഥയെ കുറിച്ച് ഒരു കോളം ചെയ്തിരുന്നു. കഥ ഇന്ന് എന്നാണ് ആ കോളത്തിന്റെ പേര്. അന്ന് മാഷ് ദേശാഭിമാനി പത്രാധിപർ ആയിരുന്നില്ല. ആ കഥയിലെ എന്തോ ഒരു പരാമർശത്തെ ചൊല്ലി കേരളത്തിലെ പ്രമുഖനായ ഒരു കഥാകാരൻ വളരെ ഇൻസൾട്ടിംഗ് ആയ, അപമാനകരമായിട്ടുള്ള ഒരു കത്ത് എനിക്ക് എഴുതുകയുണ്ടായി. അന്നേരത്തെ ഒരു മനോഭാവം വെച്ചിട്ട് എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അയാൾക്ക് ആ ഭാഷ വിയോജിപ്പുകൾ മാന്യമായി പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ വളരെയധികം നമ്മൾ ആത്മവിശ്വാസം തകർക്കുന്ന മട്ടിലുള്ള ഭാഷയിലാണ് അയാൾ ആ കത്ത് എഴുതിയത്. ആ കത്തിലേക്ക് ആയിരം പറഞ്ഞിട്ട് ഞാൻ വിജയ മാഷ്ക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. അന്ന് ഫോണൊന്നുമില്ല. അപ്പോൾ മാഷ് വളരെ പെട്ടെന്ന് അതിന് മറുപടി അയച്ചു. അപ്പോൾ മാഷ് 2-3 വാക്യം മാത്രമേ എഴുതിയുള്ളൂ. തന്റെ കോളം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പിന്നെ ഇനിയും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാവും, അതിൽ ഒന്നും തോന്നേണ്ടതില്ല. അത് വാസ്തവത്തിൽ ഒരു പുരസ്കാരമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇങ്ങനെ 3-4 വാക്യം മാത്രമാണ് മാഷ് ആ ഇൻലൻഡിൽ എഴുതിയത് എന്ന് സ്വന്തം വിജയൻ എന്ന് എഴുതിയിട്ടുള്ള കത്ത്. അതെനിക്ക് വലിയ ധൈര്യം അന്നത്തെ സാഹചര്യത്തിൽ തരികയുണ്ടായി. മാഷുടെ വീട്ടിൽ എത്രയോ തവണ പോയിട്ടുണ്ട്. അവിടെ പക്ഷെ മാഷോട് ഞാൻ അധികം അങ്ങോട്ട് അധികം സംസാരിച്ചിട്ടില്ല, വളരെ കുറവാണ്. മാഷ് പറയുന്നത് കേൾക്കാനായിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്നത്. പല വിഷയങ്ങളെ കുറിച്ചും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മാഷ് സംസാരിക്കുമായിരുന്നു. പല വിഷയങ്ങളെ കുറിച്ചും. അത് പലപ്പോഴും ഫാസിസത്തെ കുറിച്ചുള്ള വിഷയങ്ങളായിട്ട് തീരാറുണ്ട്. ഫാസിസം ഒരു സമഗ്ര പദ്ധതിയായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. വിശ്വാസം, പുരാണം, ജീവിത രീതികൾ, ആരാധന,
അച്ചടക്കം, ഇങ്ങനെ പല വിഷയങ്ങളുമായി ചേർന്നിട്ടാണ് ഇന്ത്യൻ ഫാസിസം ഹിന്ദുത്വത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് മാഷ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഫാസിസത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു സമഗ്രത വേണം. കേവലം തെരുവിലെ പ്രസംഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കല മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്നും ഫാസിസത്തെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ പറ്റുകയില്ല. സമഗ്രത വേണം. ഫാസിസത്തെ നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ എതിർക്കണം. നമ്മുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ സഹാനുഭൂതി കൊണ്ട്, നമ്മുടെ സംവാദശീലം കൊണ്ട്, സഹിഷ്ണുത കൊണ്ട് ഒക്കെ ഒരു ബദൽ രൂപം സൃഷ്ടിച്ചു കൊണ്ടുകൂടിയാണ് ഫാസിസത്തെ എതിർക്കേണ്ടത് പോലുള്ള പ്രായോഗികമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാഷ്ക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയുണ്ടായി. ഒരു തവണ എൻ ശശിധരൻ മാഷും ഞാനും കൂടിയാണ് മാഷുടെ ധർമ്മടത്തെ കരുണയിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂറോളം, മാഷ അവിടെ ഉണ്ട്, മാഷ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ 2 മണിക്കൂറോളം മാഷെ കാത്ത് ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. അതിൽ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. മാഷ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു വശത്തെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. ആ വശത്തെ മുറിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവർ ഇരിക്കുന്നുണ്ടായിരിക്കും. അവരോട് സംസാരിക്കുകയായിരുന്നു മാഷ് ചെയ്തുകൊണ്ടിരുന്നത്. മാഷ് ആ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞങ്ങളോടൊന്ന് ചിരിച്ചിട്ട് വീണ്ടും ആ മുറിയിലേക്ക് പോയി. മാനസിക പ്രയാസങ്ങളിൽ ഉലയുന്ന ഒരാൾ, മാഷെ ഒരു സുഹൃത്തോ പഴയ ശിഷ്യനോ മറ്റോ ആയിരിക്കും, അയാളാണ് ആ മുറിയിലുള്ളത്. ആ മനുഷ്യനോട് മാഷ് സംസാരിക്കുകയായിരുന്നു. ഈ ഏതാണ്ട് 2-2.5 മണിക്കൂറിന് ശേഷം ആ സംസാരം അവസാനിപ്പിച്ച് ആ മനുഷ്യനും മാഷും ഒന്നിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ മനുഷ്യൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിൽക്കൂ എന്നുകൂടി മാഷ് പറഞ്ഞു. എന്നിട്ട് വേറൊരു മുറിയിലേക്ക് പോയി രഹസ്യമായിട്ട് കുറച്ച് പൈസ മാഷ് അയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മാഷ് പറഞ്ഞു, ടൗണിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. ഈ സന്ദർഭം കരുണ എന്ന വീടിന്റെ പേര് വെറും പേരല്ല, അവിടെ ആ വീടിന്റെ പ്രത്യയശാസ്ത്രമാണ് കരുണ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സവിശേഷ വേളയായിരുന്നു അത് ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. എം.എൻ. വിജയൻ മാഷ് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്ന് പറയില്ല, ഞങ്ങൾ എന്നാണ് പറയാ. അത് വെറും ഒരു ടെക്നിക്കാണോ, വിനയം കാണിക്കാനുള്ള തന്ത്രമാണോ എന്നുള്ള സംശയം ശശി മാഷ്ക്ക് ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മാഷോട് ഞങ്ങൾ ചോദിച്ചു, മാഷുടെ പ്രസംഗങ്ങളിൽ വരുന്ന ഞങ്ങൾ എന്ന സർവനാമത്തിന്റെ അർത്ഥം എന്താണ് എന്ന്. അപ്പൊ മാഷ് ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ലോകത്തെവിടെയുമുള്ള ഫ്രോയിഡിന്റെ ശിഷ്യന്മാർ എന്നാണ് ഞങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. ഫ്രോയിഡിനെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെടുത്തി, ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ മാനസിക ജീവിതവുമായി ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിഞ്ഞ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് എം.എൻ. വിജയൻ. അത് ഫ്രോയിഡിനെ അദ്ദേഹം 18 വയസ്സ് മുതൽ മാഷ് ഫ്രോയിഡിനെ പിന്തുടരുന്നുണ്ട്. പക്ഷെ ആ പിന്തുടരൽ തീർച്ചയായിട്ടും വെറുമൊരു അക്കാദമികമായിട്ടുള്ള അന്വേഷണമല്ല. മുതലാളിത്തം മനസ്സിന്റെ യുദ്ധങ്ങൾ കൂടി പിന്നെ നടത്തുന്ന ഒരു സംവിധാനമാണ്. സൈക്കോളജിക്കൽ വാർഫെയർ, മനസ്സിനെ എങ്ങനെ കീഴടക്കാം എന്ന അന്വേഷണം കൂടി ഫലപ്രദമായി ഫാസിസം നടത്തുന്നുണ്ട്, മുതലാളിത്തം നടത്തുന്നുണ്ട്. അതുകൊണ്ട് മാർക്സും ഫ്രോയിഡും തമ്മിലുള്ള ഒരു സംവാദം അനിവാര്യമാണ്, സാധ്യമാണ് എന്ന ഉറച്ച വിശ്വാസം മാർക്സ്ക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ കൂടുതൽ പ്രസക്തമായി തീരുകയാണ്. മനസ്സിനെ എങ്ങനെ ഒരു കോളനിയാക്കി മാറ്റാം എന്ന അന്വേഷണം ഇപ്പോ ലേറ്റ് ക്യാപിറ്റലിസം, പിൽക്കാല മുതലാളിത്തം ഫലപ്രദമായിട്ട് ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അത്യാവശ്യമാണ് എന്ന വിജയമാഷ്ട നിലപാടിന് കൂടുതൽ തിളക്കവും കൂടുതൽ വേരിറക്കവും ഉണ്ടാവുകയാണ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. മാഷ് അവസാനത്തെ വർഷങ്ങൾ ചെലവഴിച്ചത് മറ്റൊരു കരുണയിലായിരുന്നു. കൊടുങ്ങല്ലൂരിലെ തൻ്റെ തറവാട്ട് പറമ്പിൽ തെക്ക് ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു വീട്ടിലേക്ക് മാഷ് ഒരു സന്ദർഭത്തിൽ മാറുകയുണ്ടായി. ആ വീടിന്റെ പേരും കരുണ എന്നായിരുന്നു. ആ വീട്ടിൽ ഞാൻ 3 തവണ പോയിട്ടുണ്ട്. 2 തവണ വിജയൻ മാഷെ കണ്ടു. 3ാമത്തെ തവണ പോയത് വിജയൻ മാഷ് ഇല്ലാത്ത വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചറെ കാണാനായിരുന്നു. ആദ്യം പോയ സമയത്ത് എൻ ശശിധരൻ മാഷും ഉണ്ടായിരുന്നു. 2ാമത് കൊടുങ്ങല്ലൂരിലെ എന്തോ മീറ്റിങ്ങിന് പോയതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മാഷിന്റെ വീട്ടിലേക്ക് പോയത്. വൈകുന്നേരമായിരുന്നു. മാഷ് ക്ഷീണിതനുമായിരുന്നു. പക്ഷെ മാഷ് അവിടെ എത്തുന്ന ആളെ എത്ര ചെറിയ ആളായാലും സ്നേഹത്തോടുകൂടി സ്വീകരിക്കും. അതുകൊണ്ട് എന്നെയും അദ്ദേഹം സ്വീകരിച്ചു.
അന്ന് രാത്രി മാഷിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചു. അപ്പോൾ മാഷ് ഇങ്ങനെ പലതും ക്ഷീണമുണ്ടെങ്കിലും പലതും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മാഷോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. സ്ഥലം കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന്റെ നാടാണ്. ഒരു ലൈംഗികത കുറിച്ച്, അശ്ലീലത്തെ കുറിച്ചൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരണകൾ നിലനിൽക്കുന്ന ഒരു സംസ്കാരം കൊടുങ്ങല്ലൂരിലുണ്ട്. അത് ഓർത്തിട്ട് ഞാൻ മാഷോട് ചോദിച്ചു, സർ, നസീറിനെ വിളിക്കാം, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫ്രോയിഡിന്റെ ലോകത്തേക്ക് ഒരു സാംസ്കാരിക തുരങ്കം സാധ്യമല്ലേ എന്ന് ചോദിച്ചു. മാഷ് പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. മാഷ് എൻ്റെ മുഖത്തേക്ക് നോക്കിയുമില്ല. അപ്പൊ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുകയുണ്ടായി. കൊടുങ്ങല്ലൂരില് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പോലും അശ്ലീല പാട്ട് പാടുന്ന ആളായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് കാണിക്കുന്ന ഒരു കഥ ഏതാണ്ട് വിശദമായിട്ട് 5-8 മിനിറ്റ് എടുത്തിട്ട് അദ്ദേഹം പറയുണ്ടായി. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം തർജ്ജമ ചെയ്ത വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് പോലും അശ്ലീല പാട്ടിന്റെ ലോകത്തേക്ക് പ്രത്യേകമായ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അത്രമേൽ ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭരണിപ്പാട്ട് എന്നുള്ള നിലക്ക് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എൻ്റെ ആ ചോദ്യം, ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫ്രോയിഡിലേക്ക് ഒരു വഴി സാധ്യമല്ലേ എന്ന ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമായിട്ടാണ് അദ്ദേഹം ആ കഥ, അധികമാർക്കും അറിയാത്ത ആ കഥ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് മാഷ് പ്രതികരിക്കുക. മാഷിയുടെ കൊടുങ്ങല്ലൂരിലെ വീടിന്റെ തെക്ക് ഭാഗത്ത്, ഇപ്പോൾ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത്, ഒരു ചെറിയ മരത്തിന്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരു 6 അടി ഉയരമുള്ള സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിന് മുകളിൽ ഒരു പരന്ന പ്രതലുണ്ടായിരുന്നു. ആ പരന്ന പ്രതലത്തിൽ ഒരു പാത്രം വെച്ചിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ ചോദിച്ചില്ല, അതെന്താണെന്ന് ചോദിച്ചില്ല. അപ്പൊ എൻ്റെ മുഖത്തൊരു ചോദ്യഭാവം വന്നുകൊണ്ടായിരിക്കണം മാഷ് പറഞ്ഞു തന്നു, ഇത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള ഏർപ്പാടാണ്. ഇത്ര ഉയരത്തിൽ ഉണ്ടായാൽ മാത്രമേ പക്ഷികൾക്ക് ആകാശത്ത് നിന്ന് വന്നിറങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ പറ്റൂ. അതിന് തത്വമുണ്ട് എന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായി. തുടർന്ന് മാഷ് പറഞ്ഞു, ഞങ്ങള് KK നീലകണ്ഠൻ മാഷിന്റെ ശിഷ്യന്മാരാണല്ലോ. ഈ KK നീലകണ്ഠൻ മാഷ് എന്ന് പറഞ്ഞത് ബ്രണ്ടൻ കോളേജിലെ പഴയ പ്രിൻസിപ്പലാണ്, പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയ ഇന്ദുചൂടൻ. അപ്പോൾ ഇന്ദുചൂടനുമായിട്ട് KK നീലകണ്ഠൻ മാഷുമായിട്ട് വിജയ മാഷ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് മാഷ് ഈ പക്ഷികളുടെ വെള്ളം കുടിക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞതും ആ സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഞങ്ങളെ കാണിച്ചു തന്നതും. ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ. മാഷുടെ കരുണയും മാഷുടെ സ്നേഹവും മാഷുടെ പ്രിയപ്പെട്ട ശാരദ ടീച്ചറും പങ്കിട്ടിരുന്നു. അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും പോലെ പരസ്പരം ഒന്നാവാൻ വേണ്ടി മാത്രം ഭൂമിയിൽ ജനിച്ചവരായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പലഹാരമാണ് വെജിറ്റബിൾ കട്ട്ലറ്റ്. വിജയ മാഷ്ക്ക് വെജിറ്റബിൾ കട്ട്ലറ്റ് ഇഷ്ടമായിരുന്നു. പക്ഷെ അതിന്റെ ഒരു തുണ്ടോ മറ്റാണ് മാഷ് കഴിക്കുക. ഞങ്ങൾ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ടീച്ചർ ഒന്നുകിൽ വെജിറ്റബിൾ കട്ട്ലറ്റോ അല്ലെങ്കിൽ കുമ്പിളപ്പമോ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെ സ്വീകരിക്കുക. ഇങ്ങനെ ഒരുപാട് സ്നേഹത്തിന്റെ ആവിഷ്കാരങ്ങൾ വിജയ മാഷുടെ കരുണ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളൂർ സ്കൂളിൽ ഞാൻ പണിയെടുക്കുന്ന കാലം, ഒരു ഉച്ചക്ക് ഊണ് കഴിക്കേണ്ട സമയമാണ്. ചോറ്റുപാത്രം തുറന്നിട്ട് ചോറ് വാരി കഴിക്കുന്നതിനിടയിൽ തൃശ്ശൂരിൽ നിന്ന് ആരോ ഫോണിലേക്ക് വിളിച്ചു. ആ വാർത്ത കേട്ടിട്ട് എനിക്ക് പിന്നെ ഊണ് കഴിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തേക്ക് ചോറ്റുപാത്രവുമായി പോയി ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ആ ചോറൊക്കെ തട്ടിയിട്ട് പ്ലേറ്റ് അടച്ച് കഴുകിയിട്ട് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തല കുറച്ച് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ തിരക്കിലായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു സുഹൃത്ത്, എൻ്റെ തൊട്ട് സീറ്റിലിരിക്കുന്ന ഗംഗാധരൻ മാഷ് ശ്രദ്ധിച്ചു. മാഷോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, വിജയ മാഷ് പോയി എന്ന്. പിന്നെ കുറെ നേരം എന്തൊക്കെയാ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ലായ്മയുടെ കുറെ നിമിഷങ്ങളാണ് തുടർന്ന് വന്നത്. അന്ന് എനിക്ക് കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഭാര്യയും ഞാനും കൊടുങ്ങല്ലൂരിലേക്ക് പോയത്.
മാഷില്ലാത്ത കൊടുങ്ങല്ലൂര്, മാഷില്ലാത്ത കരുണ. പക്ഷെ മാഷ് ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാഷില്ലാത്ത ഒരു ലോകത്ത് അല്ല ഞങ്ങൾ ജീവിച്ചത് എന്ന സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട്. മാഷെ ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല, മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാത്ത ദിവസങ്ങൾ ഇല്ല. മാഷ് തുടരുകയാണ്.